പ്രൈസ് ലോർഡ്. കർത്താവിൽ പ്രിയമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരുപാട് ദിവസത്തിന് ശേഷം വീണ്ടും കർത്താവിൻ്റെ ഒരു പ്രേരണയാൽ ചെറിയൊരു വചനം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 2:22, ഐസയ ചാപ്റ്റർ 2:22. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ വിലമതിക്കുവാൻ അവൻ എന്തുള്ളൂ. നല്ല വചനമല്ലേ? നമ്മൾ പലരും സങ്കീർത്തനത്തിൽ വായിച്ചിട്ടുണ്ട്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുത്. പക്ഷേ ഇന്ന് നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മൾ വിശ്വസിക്കുന്നത് മനുഷ്യരെ തന്നെയാണ്. നമ്മുടെ എന്ത് പ്രശ്നത്തിനും ഭാര്യയെ, ഭർത്താവിനെ, അമ്മയെ, അച്ഛനെ, ബന്ധുക്കാരെ, മറ്റുള്ളവരെ, എന്താ പറയുക, നമ്മുടെ ബോസിനെ. പക്ഷേ ഇവരെല്ലാം വിശ്വസിച്ച് നമ്മൾ അവരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന അത് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു നിരാശ വരുമ്പോഴാണ് നമ്മൾ കർത്താവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നത്, അല്ലേ? കർത്താവ് പറയുന്നു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയുവിൻ, അവനെ വിലമതിക്കുവാൻ അവൻ എന്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുള്ളൂ. നമ്മളെ പലരും പല വാഗ്ദാനങ്ങളും, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, ഞാൻ നിന്നെ അങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, ഞാൻ നിന്നോടുകൂടെ അത്രയും ദിവസം ഉണ്ടാവും, ഇത്രയും ദിവസം ഉണ്ടാവും. പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ ആരെങ്കിലും ഉണ്ടാവും? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ആരും ഉണ്ടാവത്തില്ല. പക്ഷേ അങ്ങനെയല്ല. കർത്താവ് പറയുന്നു, നിൻ്റെ നരയോളം ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. ആ ഒരു കർത്താവിനെയാണ് നമ്മൾ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വിശ്വാസമുള്ള നാം ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്, വിശ്വസിക്കരുതാണ്. അതേ യെശയ്യാവ് 2:11 പറയുന്നു, മനുഷ്യൻ്റെ നിഗളിച്ച കണ്ണുകൾ താഴും, മനുഷ്യരുടെ ഉന്നത ഭാവം കുനിയും, യഹോവ മാത്രം ആ നാളിൽ ഉന്നതനായിരിക്കും. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് ഏറ്റവും അവസാനം പറയുന്നത്, മൂക്കിൽ ശ്വാസമുള്ള ആരെന്ത് ചെയ്യരുത്, വിലമതിക്കരുതെന്ന്. അവൻ്റെ നിഗളിച്ച കണ്ണുകൾ എന്ത് ചെയ്യും, ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു നിന്ന് നിഗളിച്ച കണ്ണുകൾ എന്ത് ചെയ്യും, ഒരു ദിവസം താഴും. മനുഷ്യരുടെ ഉന്നത ഭാവം, ഞാനാണ് എല്ലാം, എനിക്കാണ് എല്ലാം അറിയാവുന്നത്, ഞാൻ കർത്താവിനെക്കാട്ടിൽ അല്ലെങ്കിൽ ദൈവത്തെക്കാട്ടിൽ വലിയവനാണെന്ന് പറഞ്ഞ് നടക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവൻ്റെ ഉന്നത ഭാവം എല്ലാം എന്ത് ചെയ്യും, കുഴിയും. ആ നാളിൽ ആരായിരിക്കും ഉന്നതം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കും ഉന്നതം. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൽ മാത്രം വിശ്വസിക്കുക, അവനിൽ മാത്രം നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. പ്രാർത്ഥനയോടും എന്താ പറയുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അവൻ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ പ്രശ്നത്തിന് അവൻ പരിഹാരം തരും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുക. വേറൊരു ചിന്തയോടുകൂടി വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.